ഭാഗ്യലക്ഷ്മി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഭാഗ്യലക്ഷ്മി, എന്തായാലും അതിവൈകാരികമായിട്ടുള്ള കുറിപ്പാണ് അതിജീവിത ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അത് വായിക്കുമ്പോൾ തന്നെ അറിയാം അവർ ഏത് മാനസിക അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത്. ഇത്തരത്തിൽ പോലീസിൽ പരാതിപ്പെട്ടതാണോ തന്റെ ഭാഗത്തു നിന്നുമുള്ള തെറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഇതിലെന്താണ് താങ്കളുടെ പ്രതികരണം? അല്ല, ഇത് തന്നെയാണ് ഈ സമൂഹം ഉദ്ദേശിക്കുന്നത് അവളിൽ നിന്ന്. അതായത് ഇവിടെ ഒരു പെണ്ണും തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടുമ്പോൾ നീ അത് പുറത്ത് പറയരുത്, പുറത്തു പറഞ്ഞാൽ ഞങ്ങൾ എന്ത് രീതിയിലും നിന്നെ ആക്രമിക്കും എന്നാണ് അവർ നൽകുന്ന ഒരു സന്ദേശം. ഇത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണിത്. ഇത് സ്ത്രീകൾ നേരിടുന്ന വളരെ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. എന്തിനാണ് ഇത്രയും ദ്രോഹിച്ചത് പോരാതെ വീണ്ടും വീണ്ടും അവളെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ ആളെ, ഇയാളുടെ സ്നേഹം എന്ന് പറഞ്ഞ് ഇയാളുടെ കൂടെ കൂടിയിരിക്കുന്നവർ മുഴുവനും ഇയാളുടെ അന്ത്യം കണ്ടേ പോവുള്ളൂ എന്നുള്ള നിലയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇത് ശ്രീ ദിലീപ്, താങ്കൾ ഇത് വളരെ ഗൗരവമായി എടുക്കണം. താങ്കൾ വളരെ അപകടകരമായ രീതിയിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഇന്ന് ഒരു സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. താങ്കളുടെ കയ്യിൽ പണമുണ്ടെന്ന് കരുതി ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളെയും അടിച്ചമർത്താമെന്നാണ് താങ്കൾ കരുതുന്നത്. അത് നടക്കില്ല. ഞങ്ങൾ ശക്തമായി തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോരാടും. ആരും അവളെ ഭയപ്പെടുത്താം, ഞങ്ങൾ ആരും ഭയപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. എനിക്കതാണ് പറയാനുള്ളത്. ഭാഗ്യലക്ഷ്മി, അതിൽ ഏറ്റവും അവസാനം പറയുന്നുണ്ട്, ഒരു ഇരയോ അല്ലെങ്കിൽ ഒരു അതിജീവിതയോ അല്ല, വെറും ഒരു ഹ്യൂമൻ ബീങ്, ഒരു സാധാരണ മനുഷ്യനാണ് താന് എന്നാണ് ഇപ്പോൾ അതിജീവിത പറയുന്നത്. തന്നെ ഇത്രയും വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊന്നും ഒരു ഫലം കണ്ടില്ല എന്നുള്ള തരത്തിൽ തന്നെയല്ലേ ഇപ്പോൾ ആ ഒരു കുറിപ്പ് ഇത്തരത്തിൽ പങ്കുവച്ചിരിക്കുന്നത്? ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റിൽ ഞാൻ പറയുന്നുണ്ട്, അവളെ ഒരു നടിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത്, അവളൊരു പെണ്ണാണ്, നമ്മളുടെ ഇടയിലുള്ള ഒരു സാധാരണ പെണ്ണ്. ആ ഒരു സാധാരണ പെണ്ണിന് വേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നത്. അതല്ലാതെ ഇയാളെന്ന് പറയുന്ന ആൾ ഒരു നടനായിട്ടാണ് ഇവിടെ നിന്ന് ആളുകളെ കൊണ്ട് ഇത് മുഴുവൻ ചെയ്യിപ്പിക്കുന്നത്. അവളൊരു പാവം ഒരു പെണ്ണാണ്. ഇന്ന് ഈ പെണ്ണിനെ നമ്മൾ രക്ഷിച്ചില്ലെങ്കിൽ നാളെ ഒരുപാട് പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്കും ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക അവസ്ഥയിലേക്കും പോകും. അത് ഉണ്ടാകാൻ പാടില്ല. അതിനാണ് ഞങ്ങളുടെ ഈ പോരാട്ടം. കൃത്യമായ കുറിപ്പിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഭാഗ്യലക്ഷ്മി. പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആളുകൾ പ്രതികരിക്കുമ്പോൾ ചോദിക്കും എന്തുകൊണ്ട് അന്നേ പ്രതികരിച്ചില്ല എന്നുള്ളത്. അതും അതിജീവിത പറയുന്നുണ്ട്. ഇത്തരത്തിൽ താൻ അന്ന് മിണ്ടാതിരുന്ന് പിന്നീട് ആ വീഡിയോ പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ല എന്നുള്ള ചോദ്യം അടക്കം ഉയരും എന്നുള്ളത്. അത്തരത്തിൽ ആളുകൾക്കുള്ള, അങ്ങനെയൊക്കെ പ്രതികരിക്കാനുള്ള ആളുകൾക്കുള്ള ആ ഒരു പ്രചോദനം അല്ലെങ്കിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നല്ലേ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും പ്രതികരിച്ചാൽ അവളെ ഞങ്ങൾ തെറി വിളിക്കും, പ്രതികരിച്ചില്ലെങ്കിലും ഞങ്ങൾ തെറി വിളിക്കും. നീ നേരത്തെ പറയാത്തത് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് സത്യത്തിൽ ഇവിടത്തെ കോടതികൾ എല്ലാവരും തന്നെ ഈ വിഷയത്തിൽ വളരെ ഗൗരവം ഇടപെടണം. സർക്കാർ വളരെ സീരിയസ് ആയിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കോടതി ഇത് മനസ്സിലാക്കണം. ഒരു സമൂഹത്തിന് വളരെ തെറ്റായ ഒരു സന്ദേശം ഈ കേസിൽ കൂടി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. ഭാഗ്യലക്ഷ്മി, മറ്റൊരു കാര്യം, താങ്കൾക്കടക്കം നേരത്തെ നമ്മൾ വാർത്തകളിലെല്ലാം പറഞ്ഞിരുന്നു, താങ്കൾക്കടക്കം ഭീഷണി ഉയരുന്നുമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പലയിടങ്ങളിൽ നിന്നും ഉള്ളത്. അപ്പോൾ ഇന്നാണ് ആ ഒരു വാർത്ത കൂടി പുറത്തു വന്നത്. അവളുടെ പേടി അതാണ്. അവളോടൊപ്പം നിൽക്കുന്നവർക്ക് അപകടം വരുമോ എന്നാണ് അവൾ ഭയക്കുന്നത്. പക്ഷെ ഞാൻ അവളോട് പറയുന്ന, നീ ധൈര്യമായിരിക്കും, ഞങ്ങൾക്കാർക്കും ആ പേടിയില്ല, ഞങ്ങൾ ശക്തമായി തന്നെ നിന്നോടൊപ്പം ഉണ്ട്. അങ്ങനെ ഇതെന്താ വെള്ളരിക്ക പൊട്ടണോ? ഇനി ഞങ്ങൾക്കാർക്കും എന്തെങ്കിലും ചെറിയൊരു വീഴ്ച സംഭവിച്ചാൽ പോലും അതിന് ഉത്തരവാദി അയാളാണെന്ന നിലയ്ക്ക് മാത്രമേ കേസ് മുമ്പോട്ട് പോകുള്ളൂ. ആ അപകടം അയാൾ തിരിച്ചറിയണം. ഇത് അയാളാണ് പ്രതിരോധമായിരിക്കുന്നത്. അത് ആ അപകടം അയാൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇത് വളരെ മോശമായ അവസ്ഥയിലേക്ക് കേരളത്തിൽ ഇത് കത്തിപ്പടരും. ഇത് കേരളത്തിലെ ജനങ്ങൾ മുഴുവനും അവസാനം തെരുവിലിറങ്ങി പ്രതിഷേധിക്കും അവൾക്ക് വേണ്ടി. ശരി, വളരെയധികം നന്ദി ഭാഗ്യലക്ഷ്മി. ഒരു സമയത്ത് പ്രതികരിച്ചതിനേറെ